ഹലോ, നമ്മളിനി സെക്കൻഡ് മോഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതെന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റിഡൻഡൻസി എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഓർ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഇറ്റ് ഈസ് നോൺ ആസ് റിഡൻഡൻസി ഓഫ് ദി സ്ട്രക്ചർ. റിഡൻഡൻസ് മീൻ സൂപ്പർഫ്ലക്സ്, എക്സസ് ഓർ മോർ ദാൻ നെസസറി. അതാണ് റിഡൻഡൻറ്റ് എന്ന് പറയുന്നത്. For keeping a body in equilibrium, certain number of reactive components are necessary. This number will be equal to the number of equilibrium equations available. For a planar structure acted upon by non-concurrent force, there is 3 conditions available. അതായത് ഒരു ബോഡിനെ ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ നമുക്ക് 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പറഞ്ഞ ഹൊറിസോണ്ടൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0, ദെൻ സിഗ്മ വി ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. അതാണ് ഇതിൽ പറയുന്നത്. ഇതിനകത്ത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ റിഡൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർഫ്ലോറസ് ഓർ എക്സസ് ഓർ മോർ ദാൻ നെസസറി. അതാണ് അതിൻ്റെ റിഡൻഡൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡിന് ഇക്വിലിബ്രിയത്തിലാണ് ഒരു ബോഡി എന്ന് പറയുകയാണെങ്കിൽ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ പാലിച്ചിരിക്കണം. സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, the structure in which the number of reactive component is equal to the number of available condition is known as determinate structure. ഒരു സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് പറയുന്നത്? ദ നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അവൈലബിൾ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ റിയാക്റ്റീവ് നമ്പർ ഓഫ് എക്സ്റ്റേണൽ റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിയാക്ഷൻ ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അവൈലബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമ്പർ ഓഫ് അവൈലബിൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണെങ്കിൽ എന്താണ് നമുക്ക് പറയാം? അതിന് ദ സ്ട്രക്ചർ ഈസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ് നമുക്ക് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എക്സ്റ്റേണൽ റിയാക്ഷൻ ആർ ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ അത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്. ഓക്കെ, in a determinate structure, all the magnitude and direction of the reaction can be found out using equilibrium condition. അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ എന്താണ് നമുക്ക് പറയുന്നത്? അതിലുള്ള എല്ലാ റിയാക്ഷൻസും നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ് to this there are structures in which number of reactive components will be more than the minimum that is necessary to keep the body in equilibrium. അതാണ് പറയുന്നത്. There are structures in which the number of reactive components, that is number of reactive component is R, that will be more than that minimum that is necessary to keep the body in equilibrium. Okay, അതായത് നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻറ്റ് എക്സ്റ്റേണൽ റിയാക്ഷൻസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എൻ ആണെങ്കിൽ നമ്മൾ അതിനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഇവിടെ. ചില സ്ട്രക്ചറിനകത്ത് ഇങ്ങനെ ഉണ്ടാകും, റിയാക്റ്റീവ് കമ്പോണൻറ്റ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആണ് കണ്ടീഷൻ. ദ എക്സസ് നമ്പർ ഓവർ ആൻഡ് എബോവ് ദ മിനിമം ഈസ് നോൺ ആസ് റിഡൻഡൻറ്റ്. ആ മിനിമം നമ്പറിനേക്കാൾ കൂടുതലായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡൻഡൻറ്റ് എന്ന് പറയുന്നത്. എ സ്ട്രക്ചർ ഹാവിങ് redundant is known as hyperstatic structure or redundant structure or statically indeterminate structure. ഒരു സ്ട്രക്ചറിന് ഇങ്ങനെ റിഡൻഡൻസി ഉണ്ടെങ്കിൽ, എക്സസ് നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻസ് മിനിമത്തിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമ്മളതിന് എന്താണ്? റിഡൻഡൻറ്റ് സ്ട്രക്ചർ അല്ലെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അടുത്ത് എന്താ പറയുന്നത്? ഹൈപ്പർ മീൻസ് ബിയോണ്ട്, അതായത് ഇതിനേക്കാൾ കൂടുതലാണെന്ന് ഉദ്ദേശിക്കുന്നത്. ദ എക്സസ് അൺനോൺ cannot be determined by static alone. Additional conditions additional conditions as many in number as there are excess unknown must be available to determine the same. These conditions will normally be available in the form of compatibility equation conditions as an internal releases in system. അതായത് ഇങ്ങനെ എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ള സ്ട്രക്ചറിന്, അതായത് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് കൂടി വേണം. ആ അഡീഷണൽ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് അഡീഷണൽ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്ട്രക്ചറിന് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിനേറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നിങ്ങൾ എക്സാമിന് എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മുതൽ എഴുതാം. ഓക്കെ, എഴുതുമ്പോൾ ഇവിടെ മുതൽ എഴുതാം. അപ്പോൾ നിങ്ങൾ നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ മുതലാണ് നിങ്ങൾ മെയിനായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ദർ ആർ 2 types of indeterminacy that must be considered in a structural analysis depending upon whether actions or displacement are
are of interest. When actions are the unknowns in the analysis, as in the flexibility method, the static indeterminacy must be considered. മെയിൻലി നമ്മുടെ സ്ട്രക്ചേഴ്സിൽ ടു ടൈപ്സ് ആണ് ഇൻഡിറ്റർമിനസി പഠിക്കാനുള്ളത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയും മറ്റേതൊന്ന് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയും. അപ്പോൾ നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആക്ഷൻസ് അതായത് ഫോഴ്സിനാണോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഇൻഡിറ്റർമിനസി യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ആക്ഷൻസ് അല്ലെങ്കിൽ ഫോഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയാണ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയാം. അതെന്താണെന്നൊക്കെ പഠിക്കാം. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്നാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് ഇൻഡിറ്റർമിനസി refers to an excess of unknown action as compared to the number of equations of static equilibrium that are available. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻസ് സാധനം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഇൻ ദിസ് കേസ് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി refers to an excess of unknown actions as compared to the number of equations of static equilibrium that are available. The equations of equilibrium when applied to an entire structure and to its various parts may be used for calculation of reaction and internal stress resultant. If these equations are sufficient for finding all actions, both external and internal, the structure is statically determinate. If there are more unknown action than the equation, the structure is statically indeterminate. ആണ് പറയുന്നത്. അതായത് ഒരു സ്ട്രക്ചറിലെ എക്സ്റ്റേണൽ റിയാക്ഷൻസും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്ട്രെസ്സസും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫോഴ്സസും കണ്ടുപിടിക്കാൻ നമുക്ക് ഈക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ഇഫ് ദർ ആർ മോർ അൺനോൺ ആക്ഷൻ ദാൻ ഈക്വിലിബ്രിയം ഇക്വേഷൻസിനേക്കാൾ കൂടുതലാണ് അൺനോൺ ആക്ഷൻ എങ്കിൽ നമുക്ക് ആ സ്ട്രക്ചറിനെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സാമ്പിൾ കൂടി വരച്ച് വെക്കുക. ഈ ഡെഫിനിഷൻ എഴുതി വെക്കുക, എന്നിട്ട് ഈ എക്സാമ്പിൾ വരച്ച് വെക്കുക. ഓക്കെ, ഈ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ബീമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബീമുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീം, 2 പോയിന്റ് ലോഡുണ്ട്, വെർട്ടിക്കൽ ലോഡാണ്. നമ്മൾ വെർട്ടിക്കൽ ലോഡാണ്. ഇവിടെ റെഡിൽ ഇവിടെ ഒരു മാർക്ക് നോട്ട് കൊടുത്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ബീം മേ ബി സബ്ജക്റ്റഡ് ടു വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് ലോഡിംഗ്. For beam with vertical loading, 2 conditions are to be satisfied for equilibrium. അതായത് ബീംസിനകത്ത് ഇൻക്ലൈൻഡ് ലോഡും ഉണ്ടാവും, വെർട്ടിക്കൽ ലോഡും ഉണ്ടാവും. ഹൊറിസോണ്ടൽ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ വെർട്ടിക്കൽ ലോഡ് മാത്രമാണെങ്കിൽ നമ്മൾ ഈ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കണ്ട. നമ്മൾ സിഗ്മ വി ഈക്വൽ ടു 0 അതുപോലെ തന്നെ സിഗ്മ എം ഈക്വൽ ടു 0 എന്നുള്ള ഈ 2 കണ്ടീഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? എന്നിൻ്റെ വാല്യൂ 3 ആയിട്ട് എടുക്കണം. എന്തുകൊണ്ടാണ്? ഇൻക്ലൈൻഡ് ലോഡിൻ്റെ കേസിൽ ഇൻക്ലൈൻഡ് ലോഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കൂടി അവിടെ വരും. അപ്പോൾ സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0 എന്നുള്ള 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കൂടി വരും. ഓക്കെ, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെയുള്ള ബീമാണ്. ഈ ബീമിൻ്റെ നമ്മൾ ഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻസ് R മൈനസ് എൻ ആണ്. നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻറ്റ് R ഈക്വൽ ടു എൻ ആണെങ്കിൽ അത് ഡിറ്റർമിനേറ്റ് ആണ്, R ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പോൾ R ഗ്രേറ്റർ ദാൻ എൻ ആണോ അല്ലയോ നമുക്ക് നോക്കാം. R മൈനസ് എൻ എന്താ നോക്കാം. R എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്. ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ട്, ഇവിടെ ഒരു റോളർ സപ്പോർട്ടുള്ള. ഹിഞ്ച് സപ്പോർട്ടിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് ഹൊറിസോണ്ടൽ റിയാക്ഷനും ഹിഞ്ച് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഹൊറിസോണ്ടൽ ലോഡല്ല, വെർട്ടിക്കൽ ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിന് നമ്പർ ഓഫ് റിയാക്ഷൻ 1 ആയിരിക്കും. റോളറിൻ്റെ കേസിലും അതുപോലെ തന്നെ. റോളറിൻ്റെ കേസാണെങ്കിൽ എന്താണ്? റോളറിന് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കേസിൽ 1 വരും. അപ്പോൾ 1 + 1 2 ആണ് ഇതിൻ്റെ കേസിൽ റിയാക്ഷൻ വരുന്നത്. ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1, അപ്പോൾ 2 വരും. പിന്നെന്താണ്? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ നമുക്കറിയാം, ഇവിടെ ഉണ്ട്, 2 മാത്രമേ ഉള്ളൂ. എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ R മൈനസ് എൻ വെച്ചാൽ 2 മൈനസ് 2 0 എന്ന് വരും. എന്താണ് ഇവിടെ 0 മീൻസ് എന്താണ്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ്, എക്സ്ട്രാ ഇല്ല, റിഡൻഡൻ്റ് ഇല്ല. ഇനി അടുത്തത് നോക്കുക, ഒരു ക്യാൻഡിലിവർ ആണ്. ഈ ക്യാൻഡിലിവറിൻ്റെ കേസിൽ ഇവിടെ ഫ്രീ ഹാൻഡിൽ ലോഡ് P ഉണ്ട്. ഇതിൻ്റെ കേസിൽ R മൈനസ് എൻ. ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിന് നമുക്കറിയാം, ഫിക്സ്ഡ് എൻഡ് നമുക്ക് 3 റിയാക്ഷൻസാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ബീം ആയതുകൊണ്ട് എന്താണ് നമ്മളിവിടെ ഈ ഹൊറിസോണ്ടൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ റിയാക്ഷൻ 2 വരും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? 2 മൈനസ്
നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 മൈനസ് 2 0 വരും. അങ്ങനെ അതിൻ്റെ ഇൻഡിറ്റർമിനസി 0 കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? ഈ രണ്ട് ബീമും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിഗർ 1 and 2 ആർ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. നമുക്ക് അടുത്ത് നോക്കാം. ഫോർ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഓഫ് ബീമിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി എസ് ഈക്വൽ ടു ആർ മൈനസ് എൻ, ആർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷൻ കമ്പോണാണ് നമ്പർ ഓഫ് എന്താണ് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയാം. ഇൻ ദ കേസ് അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫോർ ബീം ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാനോട്ട് ബി കമ്പോണൻറ്റ് ഈസ് നെഗ്ലക്റ്റഡ്. ആർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ ഹിഞ്ചിൻ്റെ കേസിൽ 2 റിയാക്ഷൻ ഉണ്ട്, പക്ഷേ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യുന്നതിൽ ആ റിയാക്ഷൻ ഈക്വൽ ടു 1. റോളറിന് ഒരു വെർട്ടിക്കൽ മാത്രം, അതുകൊണ്ട് 1. ഫിക്സഡിന് 3 ഉണ്ടാവും, പക്ഷേ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യില്ല, അതുകൊണ്ട് 2. ഓക്കെ. ദെൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ ബീമിൻ്റെ കേസിൽ വെർട്ടിക്കൽ ലോഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. ഹൊറിസോണ്ടൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ. അപ്പോൾ എന്ത് വരും? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്നും 2 തന്നെ വരും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ കേസിൽ എന്താണ്? ഇവിടെ എന്താണ്? ഹിഞ്ചാണ്. ഒരു സപ്പോർട്ട് റിയാക്ഷൻ 1, ഇവിടെ റോളറിന് 1, ഇവിടെ റോളറിന് 1. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ 3 വരും. അപ്പോൾ 3 വരും. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 ആണ്. 3 മൈനസ് 2 1 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഡി എസ് ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഡി എസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ് ഈ സ്ട്രക്ചർ എന്നാണ് മീനിങ്. ഓക്കെ. ഫിഗർ 3 ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഓക്കെ. ദ അൺനോൺ ആക്ഷൻ ഇൻ എക്സസ് ഓഫ് ദോസ് that can be found by static equilibrium are known as static redundant. Okay, and the number of such redundant represent the degree of static indeterminacy of the structure. Figure 3 is statically indeterminate to first degree. എത്രയാണ് എക്സ്ട്രാ നമ്പർ ഉള്ളത് അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഓഫ് ദി സ്ട്രക്ചർ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ബീം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓക്കെ. ഇനി നമുക്ക് ഡി എസിൻ്റെ വാല്യൂവിനനുസരിച്ച് സ്ട്രക്ചറിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ദ വാല്യൂ ഓഫ് ഡി എസ് ഈസ് ഈക്വൽ ടു 0 ദെൻ സ്ട്രക്ചർ ഈസ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. വാല്യൂ ഓഫ് ഡി എസ് ഈസ് നെഗറ്റീവ് ദറ്റ് ഈസ് ലെസ് ദാൻ 0 സ്ട്രക്ചർ ഈസ് ഡെഫിഷ്യൻറ്റ് സ്ട്രക്ചർ. വാല്യൂ ഓഫ് ഡി എസ് ഈസ് പോസിറ്റീവ് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ദറ്റ് ഈസ് എ ഹൈപ്പർ സ്റ്റാറ്റിക് സ്ട്രക്ചർ ഓർ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ഡെഫിഷ്യൻറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഡി എസിൻ്റെ വാല്യൂ ലെസ് ദാൻ നെഗറ്റീവ് ആകുമ്പോൾ ലെസ് ദാൻ 0 ആകുമ്പോൾ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ഓർ ഹൈപ്പർ സ്റ്റാറ്റിക് എന്ന് പറയാം. നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചില എക്സാം പേപ്പറിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ നൊട്ടേഷൻസ് നിങ്ങൾ നോക്കുക. ഐ എസ് എന്നാണുള്ളത്. ഐ എസ് അല്ല, നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഡി എസ് എന്നിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളെ ബുക്കിലേക്ക് എഴുതുമ്പോൾ ഡി എസ് എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? ഡി എസ് ഈസ് ഈക്വൽ ടു നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമുക്ക് രണ്ടായിട്ട് പറയാം. എങ്ങനെ? ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി ഉണ്ട് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി തന്നെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്. അപ്പോൾ ഡി എസ് ആണ്. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി ആണെങ്കിൽ നമ്മൾ ഡി എസ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി നമ്മൾ എന്ത് പറയുക? ഡി ഇ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിന് ഡി ഐ എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമ്മുടെ നൊട്ടേഷൻ ഡി എസ് ആണ്. ഡി എസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഡി എസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഐ ഇ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി പ്ലസ് അതായത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി പ്ലസ് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി എസ് ഈസ് ഈക്വൽ ടു ഐ ഇ പ്ലസ് ഐ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി, ഐ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് എഴുതാൻ പറ്റും? ഡി എസ് ഈസ് ഈക്വൽ ടു ഐ ഇ പ്ലസ് ഐ അതായത് ടോട്ടൽ ഇൻഡിറ്റർമിനസി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി പ്ലസ് എന്താണ്? ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഇനി എന്താണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി, എന്താണ് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് basically the number of unknowns minus number of equilibrium equations available. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമുക്ക് എന്ത് എഴുതാം? ഐ എസ് അല്ല, ഡി എസ് ആണ്. ഡി എസ് ഈസ് ഈക്വൽ ടു ഐ ഇ പ്ലസ് ഐ.
Static indeterminacy is the sum of external indeterminacy and internal indeterminacy. Okay. ഇനി നമ്പർ ഓഫ് എന്താണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി? എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എക്സസ് റിയാക്ഷൻ കമ്പോണൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട് റിയാക്ഷൻസ്, എക്സസ് ആയിട്ടുള്ള എത്ര സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ എക്സസ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പർ എത്ര മെമ്പർ അതിൽ എക്സസ് ആയിട്ടുണ്ട്, എത്ര മെമ്പർ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ മെമ്പറിലെ ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസിനേക്കാൾ എക്സസ് ആയിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എക്സസ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള മെമ്പറിലെ ഫോഴ്സസ്, അതാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻ, എക്സസ് സപ്പോർട്ട് റിയാക്ഷൻ. ഇൻറ്റേർണൽ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ് റിസൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, നമുക്ക് സിംപ്ലി അതിന് ഇൻറ്റേർണൽ സ്ട്രെസ്സസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി I നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ, എക്സസ് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത് I ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ്റ്റേണൽ reaction minus number of equilibrium equation. That is I is equal to number of external reaction minus number of equilibrium equation. So I is equal to R minus R എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് മാറ്റി എഴുതാം. നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസിന് N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ I is equal to R minus N വരും. ഓക്കെ. I ഈക്വൽ ടു R മൈനസ് N ആണ്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, I is equal to R മൈനസ് N എഴുതും. ഓക്കെ. This I is equal to R minus N. ഇവിടെ R അല്ല N ആക്കി എഴുതാം. ഓക്കെ. ഇനി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി, ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി ആണെങ്കിൽ നമ്മൾ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. A structure is said to be internally indeterminate if the equations of static equilibrium are not sufficient to determine all the internal forces and moment in the structure, in the member of the structure, even though all the external reaction acting on the structure are known. അതായത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് the equilibrium equations are not sufficient to calculate the internal forces or moment in the member of the structure. അതായത് ആ മെമ്പറിലെ ഒരു സ്ട്രക്ചറിലെ മെമ്പറിൽ ഇൻറ്റേർണൽ ഫോഴ്സസ്, അല്ലെങ്കിൽ മൊമെൻറ്റ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ് റിസൾട്ടൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് കഴിയില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? അത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിയാണ് അതിനുണ്ടാവുക. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറയാം. അതിൽ തന്നെ ഏത് ഇൻഡിറ്റർമിനസി ഉണ്ടാവുക? ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. നമുക്കൊരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ഇൻഡിറ്റർമിനസി അതിനുണ്ടാവും, പക്ഷേ അത് ഏത് ഇൻഡിറ്റർമിനസി ആയിരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ചിലപ്പോൾ ആ സ്ട്രക്ചർ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആയിരിക്കും. അതായത് നമ്പർ ഓഫ് റിയാക്ഷൻസ്, സപ്പോർട്ട് റിയാക്ഷൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ടാവില്ല, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി അതിനുണ്ടാവില്ല. ഓക്കെ. എന്നാൽ അതിന് നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടിയതുകൊണ്ട് അത് ചിലപ്പോൾ അത് മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് അത് ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സ്ട്രക്ചർ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണെങ്കിലും അത് ഇൻറ്റേർണലി ഡിറ്റർമിനേറ്റ് ആവണമെന്നില്ല. അതായത് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണെങ്കിലും അത് ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അതിന് ഇൻഡിറ്റർമിനസി വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ട്രസ് മെമ്പേഴ്സാണ്. ബീമിൻ്റെ കേസിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി മാത്രമേ പറയാനുള്ളൂ. ഫ്രെയിമിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ട്രസ്സിൻ്റെ കേസിലാണ് നമ്മളതിൻ്റെ എന്ത് വരുന്നത്? ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി. അതായത് മെമ്പറിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് ഫ്രെയിമിൻ്റെ കേസിൽ നമുക്ക് പറയാം, പക്ഷേ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബീമിൻ്റെ കേസിലാണ്, ട്രസ്സിൻ്റെ കേസിലാണ്. ട്രസ് മെമ്പറിൻ്റെ കേസിലാണ് നമ്മളതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു ട്രസ് മെമ്പർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി, ടോട്ടൽ ഇൻഡിറ്റർമിനസി DS ആണ്. DS അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഇൻഡിറ്റർമിനസി TE എന്നും പറയാം. TE എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ IE പ്ലസ് II ആണ് അല്ലേ? IE പ്ലസ് II. നമുക്കിനി IE എന്താ നോക്കാം. IE എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം R മൈനസ് N ആണ്. R എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ഷൻ, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ N എന്ന് പറയുന്നത്
ട്രസ്സിൻ്റെ കേസിലൊക്കെ നമുക്ക് 3 നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ബീമിനാണ് നമ്മൾ വെർട്ടിക്കൽ ലോഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 2 എടുക്കുന്നത്. അപ്പോൾ ട്രസ്സിൻ്റെ കേസിൽ 3 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് റിയാക്ഷൻ, ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ടറാണ്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിന് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു റോളർ സപ്പോർട്ടാണ്, റോളറിന് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തൊരു 2 + 1 3 വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഐ എന്തായിരിക്കും വരിക? 3 - 3 = 0 അല്ലേ. അതായത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഐ ഈസ് ഈക്വൽ ടു 3 - 3 = 0 എന്നാണ് അതിൻ്റെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി വരുന്നത്. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി നോക്കാം. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ് ഈ ട്രസ്, പക്ഷേ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സസ് മെമ്പേഴ്സാണ്. അത് എം ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ട്രസ്സിൻ്റെ കേസിൽ എം ഈക്വൽ ടു 2j - r എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ്, ജെ നമ്പർ ഓഫ് ജോയിൻറ്റ്സ്, ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ക്യാപിറ്റൽ ആർ നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ ആർ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പൗണ്ട്, നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, എം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ എത്രയാണ് എം വരുന്നത്? പിന്നെ എം എത്രയാണ് ഇതിൻ്റെ ഈ ഒരു ട്രസ്സിൻ്റെ കേസിൽ? 2 4 6 8 10 11 എം വരുന്നത്. ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് 1 2 3 4 5 6 ആണ് നമ്പർ ഓഫ് ജോയിൻറ്റ്സ്. ആർ എന്ന് പറയുന്നത് 3 തന്നെ. നമ്പർ ഓഫ് റിയാക്ഷൻസ് ഹിഞ്ചിൽ 2, ഇവിടെ 1 3. അപ്പോൾ നമ്മൾ 2j - 3 എന്നുള്ള ഇക്വേഷൻ നോക്കുക. 2 × j എന്ന് വെച്ചാൽ 2 × 6 12 വരും. 12 - r 3 = എന്താണ്? 11 എന്താ വരുന്നത്? അപ്പോൾ 12 - 3 എന്ന് പറയുന്നത് എന്താണ്? 12 - 3 എന്ന് പറയുമ്പോൾ 9 വരും. 9 = 11 ആണോ? അല്ലല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത്? 11 - വരുന്നത് ഏതാണ്? 11 - 9 = 2 എന്നാണ് ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പം ഈ ട്രസ് എലിമെൻറ്റിൻ്റെ ഇൻഡിറ്റർമിനസി, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 11 - 9 എന്നുള്ളത് 2 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് ഇത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിയാണ് 2. ഐൻ്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിയാണ് 2 എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേർണലി ഡിറ്റർമിനേറ്റ് ആണ്, പക്ഷേ ഇൻറ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതുകൊണ്ട് റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് നമുക്ക് പറയാം? ദി സ്ട്രക്ചർ ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ അതിൻ്റെ ഈ എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസിൻ്റെയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിൻ്റെയും സമ്മാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ എത്ര എക്സ്ട്രാ നമ്പർ ഓഫ് റിയാക്റ്റീവ് കമ്പോണൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് എക്സ്റ്റേർണൽ റിയാക്ഷൻ, ദാറ്റ് ഇസ് ആർ മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ടാണ് എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക. ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് വെച്ചാൽ എക്സ്ട്രാ എത്ര നമ്പർ ഓഫ് മെമ്പർ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേർണൽ എന്താണ് നമുക്ക് എന്താ പറയുക, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ മെമ്പറിൽ എത്ര മെമ്പറിൽ ഇൻറ്റേർണൽ ഫോഴ്സസ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ്സസ് നമുക്ക് കണ്ടുപിടിക്കാൻ സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് നമ്പർ ഓഫ് മെമ്പർ, അതിനാണ് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി. അൺനോൺ മെമ്പർ, എക്സസ് നമ്പർ ഓഫ് അൺനോൺ മെമ്പർ, അൺനോൺ ഫോഴ്സസ് ഉള്ള മെമ്പർ എത്രയുണ്ട്, അതിനാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിന് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസി ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഇത് എഴുതുക, ഈക്വേഷൻ എഴുതുക, ദെൻ ഓരോന്ന് എഴുതുക, ഈ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ട് ഈ ഒരു ഫിഗർ വരച്ചിട്ട് അതും കൂടി എഴുതി വെക്കുക. ദെൻ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റേർണലിൻ്റെ എക്സ്റ്റേർണലിൻ്റെ. ഓക്കെ, ഇതിൻ്റെ എക്സ്റ്റേർണൽ ഇൻഡിറ്റർമിനസി നമ്മളെ ബീമിൻ്റെ കേസിൽ ഒരു പ്രോപ്പർട്ടി കാൻലിവർ, ഒരു ഫിക്സഡ് ബീം, അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടി കാൻലിവർ ബീം ഈസ് എക്സ്റ്റേർണലി ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി. അങ്ങനെയാണ് പ്രോപ്പർട്ടി കാൻലിവറിൻ്റെ ഇവിടെ ഇൻക്ലൈൻഡ് ലോഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ലോഡാണ് പ്രോപ്പർട്ടി കാൻലിവറിനും ഫിക്സഡിനും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലൈൻഡ് ലോഡാകുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസിനകത്ത് സിഗ്മ h കൺസിഡർ ചെയ്യണം, അങ്ങനെയാണ് അവിടെ 3 വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ സപ്പോർട്ടിൻ്റെ കേസിൽ, ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കേസിൽ റിയാക്ഷൻ്റെ വാല്യൂ 3 വരും, ഹിഞ്ചിനാണെങ്കിൽ 2 വരും, റോളറിന് 1 വരും. ഓക്കെ,
റോളറിന് 1 വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കേസിലായതുകൊണ്ട് ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഇതിന് ഇവിടെ 3 റിയാക്ഷൻ ഉണ്ടാവും. ഇൻക്ലൈൻഡ് ലോഡ് ആയതുകൊണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമാണെങ്കിൽ 2 എടുക്കണ്ടു. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 1 വരും. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻ 4 വരും. 4 മൈനസ് 3 എന്താണ് 1. അപ്പോൾ ഈ പ്രോപ്പർട്ടി ക്യാൻഡിലിവർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ ഫിക്സഡിൻ്റെ കേസിൽ ഈ ഒരു ഫിക്സഡ് എൻഡിലും 3, ഈ ഒരു ഫിക്സഡ് എൻഡിലും 3. അപ്പോൾ 3 + 3 6. 6 മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 വരും. അപ്പോൾ എന്താണ് ഫിക്സഡ് ബീം ഈസ് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ടു തേർഡ് ഡിഗ്രി. ഓക്കെ, അതാണ് പറയുന്നത്. അത് പ്രോപ്പർട്ടി ക്യാൻഡിലിവർ ബീം ഈസ് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി, ഫിക്സഡ് ബീം ഈസ് എക്സ്റ്റേണലി ഇൻഡിറ്റർമിനേറ്റ് ടു തേർഡ് ഡിഗ്രി. അത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസിക്കുള്ള ഒരു എക്സാമ്പിൾ. ഇനി ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ട്രസ് എലിമെൻറ്റിൻ്റെ കേസിലാണ് പറയുക. നമ്മൾ നേരത്തെ കാണിച്ച അതേ ട്രസ് എലിമെൻറ്റ് വെച്ചു അതിൻ്റെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസിയും പറഞ്ഞു. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0 ആയിരിക്കും, ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനസി 2 വരും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് അവിടെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എക്സാമ്പിൾ കൂടെ എഴുതി വെക്കുക. അതാണ് ഇനി അതിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മെമ്പറിലെയും ബീമിൻ്റെയും ഫ്രെയിമിൻ്റെയും അതുപോലെ തന്നെ ട്രസ്സിൻ്റെ അങ്ങനെ ഓരോ മെമ്പറിൻ്റെയും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്